നാം കർത്താവിന്റെ വേല ചെയ്യുവാൻ ഇടവരട്ടെ. ഫിലിപ്പ് ലേഖനം 2-ാം അധ്യായത്തിൽ പറയുന്നു, ഓരോരുത്തൻ താന്റെ കാര്യം നോക്കുന്നു, ക്രിസ്തുവിന്റെ കാര്യം ആരും നോക്കുന്നില്ല. ഇതിനാണോ ദൈവത്തിന്റെ പൈതലെ അയോഗ്യരായി നമ്മെ വേർതിരിച്ചത്? പൗലോസ് വളരെ വേദനയോടെ പറയുന്നു, ഓരോരുത്തൻ താന്റെ കാര്യം നോക്കുന്നു, ക്രിസ്തുവിന്റെ കാര്യം ആരും നോക്കുന്നില്ല. ഇന്ന് രാത്രിയിൽ ഞാൻ നോക്കും. എത്ര പേർക്ക് തീരുമാനമെടുക്കാൻ കഴിയും? 2011 ദിനങ്ങൾ ദൈവം എനിക്ക് തരുന്നെങ്കിൽ ഞാൻ അവിടുത്തെ കാര്യം നോക്കും, അവിടുത്തെ വേലയ്ക്ക് ചുമൽ കൊടുക്കും. അതാണല്ലോ 1 കൊരിന്ത്യർ 15:58 പറയുന്നത്. ആകയാൽ എന്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരുമായി കർത്താവിൽ നിങ്ങളുടെ പ്രയത്നം വ്യർത്ഥമല്ല എന്നറിഞ്ഞിരിക്കെ കർത്താവിന്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരുമാകവേ. പുസ്തകം ഞാൻ മടക്കി അവസാനിപ്പിക്കട്ടെ. ഈ വേലക്കാർക്ക് കൂലിയുണ്ട്. വേലക്കാർക്ക് ഇവിടെ വെറുതെ വേല ചെയ്തങ്ങ് പോകണ്ട. യജമാനന് വേണ്ടി, എന്റെ ഭാഷയിൽ പറയട്ടെ, ഒരു ചെറുവിരൽ അനക്കേണ്ടി വന്നാലും അതിന് കൂലിയുണ്ട്. കൂലി പറഞ്ഞെത്തുന്നാ വായിക്കുന്നത്. ഓരോരുത്തരെ വിളിച്ചപ്പോഴും എന്താ പറയുന്നത് കേട്ടോളുക, ന്യായമായത് നിനക്ക് തരാം. ആരോടൊക്കെ പറഞ്ഞത്? 6-ാം മണി നേരത്ത് പുലർച്ചയ്ക്ക് വന്നവനോടും പറഞ്ഞു, 11-ാം മണി നേരത്ത് വന്നവനോടും പറഞ്ഞു, ന്യായമായത് നിനക്ക് തരാം. എന്താ ന്യായമായത്? 1 വെള്ളിക്കാശ്. ഒരു ദിവസത്തെ കൂലി അന്നതാണ് 1 വെള്ളിക്കാശ്. അത് പുലർച്ചയ്ക്ക് വന്നവനും 1 വെള്ളിക്കാശ്, 11-ാം മണി നേരത്തും വന്നവന് 1 വെള്ളിക്കാശ്. മുൻപേ വന്നവൻ ഈ വീട്ടുടയവനോട് പിറുപിറുത്തു, ഇപ്പം വന്നവനോട് നീ എന്നെ, അപ്പോഴാ പറഞ്ഞത്, നീ എന്തിനാ ഈ കണ്ണ് കടിക്കുന്നത്? നിന്നോട് ഞാൻ 1 പണം പറഞ്ഞു ഒത്തില്ലയോ? അത് വാങ്ങിച്ചോണ്ട് അങ്ങ് പോവും. ഞാനൊരു വസ്തുത പറയാം. മുന്നേ വന്നവനെന്നും പിന്നെ വന്നവനെന്നും നാം ആരെയും വകതിരിക്കേണ്ട കാര്യമില്ല കേട്ടോ. പണ്ടത്തെ കാര്യമായതുകൊണ്ട് ഇപ്പൊ പറയുന്നതിന് കുഴപ്പമില്ലല്ലോ. പണ്ടൊക്കെ സഹോദരന്മാരെന്നെ കണ്ട് പരിചയപ്പെട്ട് കഴിഞ്ഞാൽ ആദ്യം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ബ്രദറി വന്നിട്ട് എത്ര നാളായി? അപ്പം ഞാൻ പറയും, ബ്രദറി വന്നിട്ട് ഇത്ര വർഷമായി. അപ്പം മറുപടി, അത്രയായുള്ളൂ, ഞങ്ങളൊക്കെ പണ്ട്. ഓക്കെ, നല്ല കാര്യം, എനിക്കത് പറ്റിയില്ല, ഇപ്പോഴും അതിൽ ദുഃഖമുണ്ട്. പക്ഷെങ്കിൽ എത്ര വർഷം മുൻപ് വന്നു എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം. വന്ന വർഷത്തിനുള്ളിൽ എങ്ങനെ വേല ചെയ്തു എന്നുള്ളതാണ്. കേട്ടോണം, അടിവരയിടണേ. എത്ര വർഷം മുൻപ് ഇതിനകത്തു വന്നു എന്നുള്ളതല്ല. എപ്പം വന്നാലും വന്ന കാലഘട്ടത്തിനുള്ളിൽ യജമാനനോടുള്ള നല്ല മനോഭാവത്തിൽ എങ്ങനെ വേല ചെയ്തുവെന്ന് അവിടുന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് മാർക്ക് കൊടുക്കുന്നത് യജമാനൻ, അവിടെയാ മാർക്ക് കൊടുക്കുന്നത്. മനസ്സിലായോ നിങ്ങൾക്ക്? പിന്നെ ഇരിപ്പ് കണ്ടാൽ അറിഞ്ഞുകൂടെ? അതുകൊണ്ട് ഇന്ന് രാത്രി നാം മനസ്സിലാക്കേണ്ടത്, ഇവിടെ കൂലിയുണ്ട്. യജമാനന് വേണ്ടി എന്ത് ചെയ്താലും കൂലിയുണ്ട്. ഉദാഹരണമായി പറഞ്ഞാൽ, കർത്താവ് ഒരിടത്ത് ഇങ്ങനെ പറഞ്ഞു, എന്റെ നാമത്തിൽ 1 പാത്രം തണ്ണീർ കുടിപ്പാൻ കൊടുത്താലും അതിനെന്തുണ്ട്? പ്രതിഫലമുണ്ട്. ഒരിക്കലും കെ എബ്രഹാം സാറാണെന്ന് തോന്നുന്നു, അദ്ദേഹം ഈ വാക്യത്തിൽ തമാശയോ കാര്യമായിട്ടോ പറഞ്ഞതായി കേട്ടിട്ടുണ്ട്. 1 പാത്രം പച്ചവെള്ളം കൊടുത്താൽ, കർത്താവിന്റെ നാമത്തിൽ കൊടുത്താൽ പ്രതിഫലം കിട്ടുമെങ്കിൽ അതൊന്ന് തിളപ്പിച്ച് അല്പം കാപ്പിപ്പൊടിയിട്ട് അല്പം പഞ്ചസാരയും ചേർത്ത് മീതെ ലേശം പാലും കൂടെ ചേർത്ത് കൊടുത്താൽ എന്ത് പ്രതിഫലമായിരിക്കും. ഈ രാത്രി ഞാനൊരു കാര്യം പറയാം, എല്ലാം കാര്യമായി പറയുന്നത്. ഈ പുസ്തകം എടുത്തുകൊണ്ട് പ്രസംഗിക്കാൻ നടക്കുന്നവരെ കാണുമ്പോ ചിലര് പറയും, നടക്കുക, തിന്നാൻ നടക്കുക, വയറ്റിപ്പഴപ്പിന് നടക്കുക. തമാശ പറയുകയല്ല, കാര്യം പിള്ള പറയുക. ഇത് കേൾക്കുമ്പോ ചിലരങ്ങ് ചൂടാകും. ന്യായമായ ജോലി ഉണ്ടായിരുന്നു, അതൊക്കെ വേണ്ടെന്ന് വെച്ചിട്ടാ ഞാൻ ഈ വേലയ്ക്കിറങ്ങിയത്. പറഞ്ഞു കേട്ടാ തോന്നും നേരത്തെ ചെയ്തതാണ് ഇപ്പൊ ചെയ്യുന്നതിനേക്കാൾ മെച്ചമായതെന്ന്. ഞാൻ അങ്ങനെ പറയരുത്, എനിക്കങ്ങനെ പുകഴാനൊന്നുമില്ല. ഞാൻ ചിരിച്ചോണ്ട് ഇങ്ങനെ ചോദിക്കും, ആകട്ടെ, ഈ പുസ്തകമല്ലാതെ വയറ് പഴപ്പിക്കുന്ന ഏതെങ്കിലും ഒരു പുസ്തകം ഉണ്ടോ? തകഴിയുടെ കയറും, തകഴിയുടെ ചെമ്മീനും, മുട്ടത്തുവർക്കയുടെ ഇണപ്രാവുകളും, നയനാരുടെ തെരഞ്ഞെടുത്ത 4 കൃതികളും
അങ്ങനെയുള്ള മാനിഫെസ്റ്റോകളും എല്ലാം കൂടെ എടുത്തുകൊണ്ട് ഭവനം സന്ദർശിക്കാൻ ചെന്നാൽ ഒരു കടുങ്കാപ്പി പോലും കിട്ടത്തില്ല. എന്നാൽ ഈ പുസ്തകം എടുത്തുകൊണ്ട് ചെല്ലുമ്പോൾ ആദ്യത്തെ ചോദ്യം, ഉപദേശി എന്താ ധൃതി, ഇരിക്കെ, ഞങ്ങളുടെ ഹൈറേഞ്ചിലെ ഭാഷയിൽ പറഞ്ഞാൽ കാപ്പിക്ക് തീ ഇട്ടിട്ടുണ്ട്, കുടിച്ചേച്ച് പോകാം. എന്നിട്ട് പറയുന്നത് അല്പം കൂടെ വെയിറ്റ് ചെയ്താൽ ഉണ്ടേച്ചു പോകാം. ബ്രദറുകാരുടെ വീട്ടിലാണെങ്കിൽ തുറന്നു പറയട്ടെ, ഇതെല്ലാം കഴിഞ്ഞ് പറഞ്ഞയക്കുമ്പോൾ കൈ തന്നു സ്തോത്രം പറയുമ്പോൾ അതിനകത്തൊരു സൂത്രവും കൂടെ കാണും. ഇന്ന് രാത്രി ഞാനൊരു വസ്തുത പറയാം, അതിന്റെ ഗുണഭോക്താവാണ് ഞാൻ. കഴിഞ്ഞ 35 വർഷമായി ഈ നന്മ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദൈവദാസനാണ് ഞാൻ. ഇത് ചുമക്കുന്നവർക്കെല്ലാം ചുമട്ടുകൂലി കൊടുക്കുന്ന വിശ്വസ്തനായ ഒരു വീട്ടുടയവനാണ് ഞാൻ പ്രസംഗിക്കുന്ന വലിയവനായ ക്രിസ്തു. എന്നാ കൊടുത്തത്? കൂലി എപ്പോഴാ കൊടുത്തത്? എഴുതിയിരിക്കുന്നു, സന്ധ്യയായപ്പോൾ. എന്റെ സമയം 7:55. സന്ധ്യയായപ്പോൾ കൂലി കൊടുത്ത സമയം പറയുന്നത് സന്ധ്യയായപ്പോൾ. അതിനും ഒരാശയമുണ്ട്. ബൈബിൾ എന്ത് ആശയമുള്ളതാണെന്നറിയാമോ? ഈ രാത്രി ഞാൻ പറയട്ടെ, അവഗണിക്കപ്പെട്ടവരും അനാദരിക്കപ്പെട്ടവരും ആർക്കും വേണ്ടാത്തവരും ലക്ഷ്യബോധമില്ലാത്തവരുമായി കടന്നു വരുന്നത് വിശുദ്ധ വിളികൊണ്ട് വിളിച്ച് വിശുദ്ധീകരിച്ച് വിശുദ്ധന്മാരാക്കി രക്ഷയിലേക്ക് കൊണ്ടുവന്ന് ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി ദൈവസഭയിലേക്ക് കൊണ്ടുവന്ന് അവർ കർത്താവിന് വേണ്ടി വേല ചെയ്യുമ്പോൾ കൂലിയുണ്ട്, അവിടെ ചെല്ലുമ്പോൾ പ്രതിഫലമുണ്ട്. എപ്പോഴാണ് കൊടുത്തത്? സന്ധ്യയായപ്പോഴാ കൊടുക്കുന്നത്. നമ്മുടെ ഇടയിലൊക്കെ ചിലർ പറമ്പിൽ പണിക്ക് വരും, അവനെ കൊണ്ട് ശരിക്കും പണിതിട്ട് പറയും, അപ്പോഴേ ശനിയാഴ്ച ഇങ്ങോട്ട് വന്നാട്ട് കാശ്. ഈ യജമാനൻ അത് പറയുന്നവനല്ല. അന്ന് പണിതതിന്റെ കൂലി സന്ധ്യയ്ക്ക് കൊടുത്തു, സന്ധ്യയ്ക്ക് വിളിച്ചു കൊടുത്തു. മനസ്സിലായോ? സന്ധ്യയ്ക്ക് കൊടുക്കുന്നവന് സന്ധ്യയാകാൻ പോകുക. ഇവിടെ ഇരിക്കുന്ന ജനമേ, സന്ധ്യയാകാൻ പോകുക. കാലത്തിന്റെ സൂര്യൻ അസ്തമിക്കാറായി. ബൈബിളിൽ യേശു പറയുന്നുണ്ട്, ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത രാത്രി വരാൻ പോകുക. രാത്രിയുടെ ആരംഭമാണ് സന്ധ്യ എന്ന് പറയുന്നത്. ആ സന്ധ്യയിലാണ് ദൈവജനത്തിന് കൂലി തരുവാൻ യേശു സ്വർഗത്തിൽ വരുന്നത്. മധ്യാകാശത്തേക്ക് എടുക്കപ്പെടും, അവിടെ ന്യായാസനം വയ്ക്കും, അവിടെ നമ്മെ നിർത്തും. പ്രവർത്തിക്കത്തക്ക കൂലിയും പ്രതിഫലവും അവിടെ കർത്താവ് നമുക്ക് തരും. അഥവാ രാത്രിയിലേക്ക് നമ്മെ വിടുകയില്ല. സന്ധ്യയ്ക്ക്, രാത്രിയുടെ ആരംഭം തന്നെ സന്ധ്യയ്ക്ക് തന്നെ ഇവിടെ നിന്ന് ദൈവജനം മാറ്റപ്പെടും. പിന്നെ വലിയ രാത്രിയാ. ദൈവജനം ഇവിടുന്ന് മാറിക്കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഈ ലോകം ഒരു കാളരാത്രിയിലേക്ക് വിടപ്പെടാൻ പോകുകയാണ്. അതൊക്കെ വിവരിക്കും ഒരുപക്ഷേ കർത്താവിന്റെ ദാസൻ. നിർത്തട്ടെ ഇവിടെ. ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത കാളരാത്രിയാൽ കാലത്തിന് സൂര്യൻ അസ്തമിക്കുമ്പോൾ ലോകത്തിൽ സംഭവിക്കും. അന്ന് മരിക്കുവാൻ മനുഷ്യൻ ആഗ്രഹിക്കും. മരണം മനുഷ്യനെ വിട്ടുപോകും. ലോകത്തിന്റെ ഏകഛത്രാധിപതിയായി അന്ത്യക്രിസ്തു ലോകത്തെ ഭരിക്കും. അവന്റെ ഉരുക്കുമുഷ്ടികളിൽ ലോകജാതികൾ കശക്കിയെറിയപ്പെടും. 7 വർഷക്കാലം നീണ്ടു നിൽക്കുന്ന മഹോപദ്രവകാലം വരും, രാത്രി വരും. ആ രാത്രി എത്ര ഭയങ്കരമായിരിക്കും! അതിനു മുൻപ് കൂലി തരാൻ, പ്രതിഫലം തരാൻ ദൈവജനത്തെ ചേർക്കും. ഈ രാത്രി എന്റെ വാക്ക് അവസാനിപ്പിക്കുന്നു. ആകയാൽ ദൈവത്തിന്റെ ജനമേ, നമ്മുടെ മുൻപാകെ അധിക സമയമില്ല എന്നറിഞ്ഞ് കർത്താവിന്റെ വേലയിൽ നമുക്ക് വർദ്ധിച്ചു വരാം. ഈ ഇവിടെ വേല ചെയ്യാം. കൂലി തരുന്നവൻ, പ്രതിഫലം തരുന്നവൻ വേഗം വരാനായി. ഇതാ ഞാൻ വേഗം വരുന്നു. ഓരോരുത്തന് താന്റെ പ്രവർത്തിക്കത്തക്ക പ്രതിഫലം കൊടുക്കുവാൻ എന്റെ കൈവശമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ആമേൻ. യേശുവേ വരണമേ എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിന്റെ വേലയിൽ നമുക്ക് കുറെ കൂടെ ബന്ധപ്പെടുത്താം. ഉത്സുകരാകാം, അലസത വെടിയാം, വേലയിൽ വർദ്ധിച്ചു വരാം. കർത്താവിന്റെ പൊന്നുനാമം ഇത് മുഖാന്തരം മഹത്വപ്പെടുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഈ വചനങ്ങളാൽ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടും.